اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. ولا تؤتوا السفهاء أموالكم التي جعل الله لكم قياما وارزقوهم فيها واكسوهم وقولوا لهم قولا معروفا. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം പാലിച്ചുകൊണ്ട് കുറെ കൂടി സൂക്ഷ്മത പുലർത്തി കുറച്ചുകൂടി നന്നായി ജീവിച്ച് സ്വർഗത്തിലെത്താൻ ശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായത്തിലെ 5-ാമത്തെ ആയത്താണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. വളരെ ഗൗരവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമ്മെ ഉണർത്തുന്നുണ്ട് ആയത്തിൽ. നിങ്ങളൊരിക്കലും നൽകാൻ പാടില്ല എന്തിനെ? നിങ്ങളുടെ സമ്പത്തിനെ ആരുടെ കയ്യിൽ? വകതിരിവില്ലാത്തവൻ്റെ കയ്യിൽ. അതെങ്ങനെ ചെലവഴിക്കണം എന്നറിയാത്തവൻ്റെ, അതിൻ്റെ വിലയറിയാത്തവൻ്റെ ആ ഒരു അവസ്ഥയിൽ ഉള്ള ആളുകളെയാണ് സുഫഹ എന്ന് ഈ ആയത്ത് പരിചയപ്പെടുത്തുന്നത്. സമ്പത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ, അൽ മാൽ വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിലെ അനുഗ്രഹമായിട്ടാണ്, വലിയ അനുഗ്രഹമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിൽ പരിചയപ്പെടുത്തിയിരുന്നത്. ആ അനുഗ്രഹങ്ങൾ അല്ലാഹു എല്ലാവർക്കും ഒരേ അളവിൽ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്താൽ ഈ ലോകത്തെ മനുഷ്യന്റെ നിലനിൽപ്പിൽ തന്നെ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലർക്ക് നന്നായി കൊടുത്തു, ചിലർക്ക് യബ്സുതു വ യഖ്ദിർ, രണ്ടും ചെയ്തു. ആ രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണമായിട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളതും നൽകാതിരുന്നിട്ടുള്ളതും എന്ന കാര്യം നമുക്കറിയാം. ഇവിടെ മനുഷ്യന്റെ ആവശ്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ അനിവാര്യമായി നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് സമ്പത്ത് എന്നത്, പണമെന്നത്. അതില്ലാതെ ജീവിക്കാനാവില്ല. പക്ഷെ എത്ര അളവിൽ വേണം, എത്ര കിട്ടിയാലാണ് സന്തോഷത്തോടു കൂടി ജീവിക്കാനാവുക? അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥക്കനുസരിച്ച് മാറി മാറി വരും. പണമുണ്ടാക്കുന്നിടത്ത് നിയമങ്ങളുണ്ട്, പണം ചെലവഴിക്കുന്നിടത്ത് എമ്പാടും നിയമങ്ങളുണ്ട്. ഈ രണ്ട് നിയമങ്ങളും മനുഷ്യന്റെ മനസ്സിന്റെ സ്വസ്ഥതയും കുടുംബത്തിന്റെ സ്വസ്ഥതയും പരലോക മോക്ഷവും ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മതം കൃത്യമായി നിർണയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആരും വായിച്ചു നോക്കാറോ പഠിക്കാറോ പാലിക്കാറോ ഇല്ല എന്നതാണ് ഒരു വസ്തുത. എല്ലാ വിവരവുമുള്ള, എല്ലാറ്റിനും യോഗ്യരായ ആളുകൾ പോലും സാമ്പത്തികമായിടത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നിടത്ത് തോറ്റുപോകുന്നുണ്ട് എന്നതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അനർത്ഥങ്ങളും ഉണ്ടാകുന്നുണ്ട്. വലാ തുഅ്തു സുഫഹാ അംവാലക്കും, പണം കൈകാര്യം ചെയ്യാൻ നല്ല തൻ്റെടവും നല്ല വിവരവും അതിനനുസരിച്ചുള്ള നല്ല വിവേകവും വേണം എന്ന് ഈ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും കയ്യിൽ കിട്ടുന്നത് ചെലവഴിക്കാൻ എല്ലാവർക്കും ആവും. പണം ചെലവഴിക്കാൻ എന്താണ് ഇത്ര പ്രയാസം? പണം ചെലവഴിക്കാനുള്ള മാർഗങ്ങളല്ലേ മുമ്പിലുള്ളൂ. അങ്ങനെ ചെലവഴിക്കാൻ പാടുണ്ടോ അള്ളാഹു നൽകുന്ന ഈ സമ്പത്ത് എന്നതിനെക്കുറിച്ച് ആലോചനയുണ്ടാവണം. ഇന്നല്ലാഹ കരിഹ ലക്കും സലാസ, 3 കാര്യങ്ങൾ പടച്ച തമ്പുരാൻ വെറുക്കുന്നു നിങ്ങളിൽ നിന്നുണ്ടാകുന്നത്. അതിൽ ഒന്ന് ഖീല വഖാൽ, കണ്ടതും കേട്ടതും ഒക്കെ പറഞ്ഞു പരത്തുകയും പറഞ്ഞു നടക്കുകയും ചെയ്യാൻ. സത്യാവസ്ഥ എന്താണെന്ന് പഠിക്കാറില്ല, ആലോചിക്കാറില്ല, ചോദിച്ച് മനസ്സിലാക്കാറില്ല. കേട്ടു, പറഞ്ഞു. അങ്ങനെ പറയണമെന്ന് അള്ളാഹുവിൻ്റെ മതം പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് കിട്ടിയ ഈ പ്രസ്താവന, ഈ മെസ്സേജ് ശരിയാണോ തെറ്റാണോ എന്ന് ബോധ്യം വന്നതിന് ശേഷം
ഇനി ശരിയാണ് എന്ന് തീരുമാനിച്ചാൽ തന്നെയും തീർച്ചപ്പെടുത്തിയാൽ തന്നെയും ഞാനത് പറയേണ്ടതുണ്ടോ അത് പിന്നീട് ആലോചിക്കണം. ഓരോ വിഷയത്തിലും ഞാനത് ചെയ്യാൻ പാടുണ്ടോ എന്ന് ആലോചിക്കുന്നവരാണ് മുസ്ലിം. ആലോചിക്കാത്തവനാണ് മുസ്ലിം അല്ലാത്ത ആളുകൾ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സംസാരിക്കുമ്പോൾ, ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ എല്ലാ വിഷയത്തിലും ഈ ആലോചന ഉണ്ടാവണം. മറ്റൊന്ന് ഇളാഅത്തുൽ മാൽ, ധനം നഷ്ടപ്പെടുത്തി കളയുക, ദുർവ്യയം ചെയ്യുക, ലക്കും ലഗാനുമില്ലാതെ കാശ് ചെലവഴിക്കുക. അതാണ് ഇപ്പോ ചെറിയ ദരിദ്രരായ ആളുകൾ തൊട്ട് വലിയ കോടീശ്വരന്മാര്, ശതകോടീശ്വരന്മാരായ ആളുകൾക്കും ഒരുപോലെ ബാധിച്ച രോഗം. ദൂർത്തടിച്ച് ചെലവഴിക്കുക. എന്തിന് ചെലവഴിക്കണം, എത്രത്തോളം ചെലവഴിക്കണം, ഞാനിവിടെ ചെലവഴിക്കേണ്ടതുണ്ടോ, ആലോചനയില്ല. അതാണ് വലിയൊരു പ്രശ്നം. അള്ളാഹുവിന് അങ്ങേയറ്റം വെറുപ്പുള്ള 3 കാര്യങ്ങളിൽ ഒന്ന് വകസ്റത്തു സുആൽ, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുക, ചോദ്യങ്ങൾ ചോദിച്ച് ഇഷ്കാലുകൾ ഉണ്ടാക്കുക, ചോദ്യങ്ങൾ ചോദിച്ച് അവനവന്റെ മനസ്സമാധാനം കെടുത്തുക. ആളുകളുടെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നന്നായി നടന്നു പോകുന്ന സകലതിനെയും വിള്ളലുകൾ ഉണ്ടാക്കുക. ചോദ്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് സ്വൈര്യമായി ഒന്നും നടന്നു പോകാൻ സമ്മതിക്കാതിരിക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുക, ചോദ്യം ചെയ്യുക. പഠിക്കാൻ വേണ്ടിയുള്ള ചോദിക്കലിനെ അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റൊരു സംഭവമാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ധന ദുർവിനിയോഗത്തിൽ ഉൾപ്പെടുന്ന സംഭവമാണ് ധൂർത്ത് എന്നത്. വലാ തുബദ്ദിർ തബ്ദീറ, നിങ്ങൾ അങ്ങനെയാവരുത്. ഇന്നൽ മുബദ്ദിരീൻ കാനൂ ഇഖ്വാന ശയാത്തീൻ, മുബദ്ദിരീങ്ങളായ ആളുകൾ പിശാചിന്റെ ഇക്കാക്കമാരാകുന്നു എന്നാണ് അള്ളാഹുവിന്റെ കിതാബ് പറയുന്നത്. ഇഖ്വാന ശയാത്തീൻ, പിശാചിന്റെ കൂട്ടുകാർ, സഹോദരങ്ങളാണ്. അപ്പോ പൈശാചികമായൊരു സ്വഭാവമാണ്. പണം എന്റെ കീശയിലുള്ളതല്ലേ, എന്റേതല്ലേ, ഞാൻ അധ്വാനിച്ച് കിട്ടിയതല്ലേ, എനിക്കെങ്ങനെയും ചെലവഴിച്ചുകൂടെ? ആ ചോദ്യം ഒരു മുസ്ലിം ചോദിക്കരുത് എന്നാണ് അള്ളാഹുവിന്റെ കിതാബ് നമ്മളോട് പറയുന്നത്. ഇബാദുർ റഹ്മാന്റെ സ്വഭാവം വിശദീകരിക്കുന്നിടത്ത് ഇബാദുർ റഹ്മാൻ ആ ആയത്തിന്റെ താഴേക്ക് എങ്ങനെ പോന്നാൽ വല്ലദീന ഇദാ അൻഫഖൂ, പണം ചെലവഴിക്കുന്നിടത്ത് അവരുടെ രീതി എന്താണ്? ലം യുസ്രിഫു, അമിതവ്യയം നടത്തുകയില്ല. വലം യഖ്തുറു, പിശുക്കി പിടിക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ, അതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു രീതിയിലാണ് അവർ പോവുക. ഇപ്പോ ധനം ചെലവഴിക്കുന്നിടത്ത് ലക്കും ലഗാനുമല്ലാതെ ചെലവഴിക്കാതിരുന്നാൽ പിശുക്കൻ എന്ന ചീത്തപ്പേര് വരികയാണ്. ആ ചീത്തപ്പേര് കേട്ടുകൊണ്ട് തന്നെ അള്ളാഹു നൽകിയ ഈ അനുഗ്രഹത്തെ അമിതമായി ധൂർത്തായി ചെലവഴിക്കുന്ന നിർത്തണം എന്നാണ് നിർദ്ദേശിക്കാനുള്ളത്. അതൊരു വിവരമില്ലാത്ത ആൾക്കാർ അങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് അതിന്റെ ലൈൻ മാറ്റരുത് എന്നൊരു അപേക്ഷയുണ്ട്. അതുകൊണ്ട് ഈ ദേഹേച്ഛകളുടെ, നാട്ടാചാരങ്ങളുടെ, പൊങ്ങച്ചത്തിന്റെ ഒക്കെ ഫലമായിട്ടാണ് പണം ധാരാളക്കണക്കിന് ചെലവഴിച്ചു പോകുന്നത്. നമ്മളുടെ വാഹനങ്ങൾ 1 ലക്ഷം മുതൽ കോടികൾ വരെ ഉള്ള ഒരു കാറുകളുണ്ട്. അതിൽ ഞാൻ വാങ്ങുന്ന കാറിന്റെ വില എന്തായിരിക്കണം? എന്റെ വരുമാനം നോക്കിയിട്ടാണ് ചെയ്യേണ്ടത്. കോടികളുടെ വലിയ വീടുകൾ ഇന്നൊരു ഫാഷനാണ്. അങ്ങനെ ഉണ്ടാക്കാം. 1-2 ലക്ഷം അല്ലെങ്കിൽ 4-5 ലക്ഷം കൊടുത്തിട്ടും താമസിക്കാൻ നല്ലൊരു വീട്, വൃത്തിയുള്ള വീടുണ്ടാകാം. ഞാൻ ഏതാണ് ഉണ്ടാക്കേണ്ടത് ഇതിനിടയിൽ? അത് എൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ പോകുന്ന ഞാൻ ധരിക്കുന്ന വസ്ത്രം അത് എത്ര വിലപിടിപ്പുള്ളതാവണം? ഒരു ഷർട്ട് ഒരു 100, 200, 250 രൂപയുണ്ടായാൽ നല്ല ഷർട്ട് ഇട്ട് വരാം. ഒരു 300, 350 മാന്യമായി വസ്ത്രം ധരിക്കാം. അതേ ആവശ്യം നിർവഹിക്കുന്ന ഷർട്ടിന് 1000-ങ്ങളും 10,000-ങ്ങളും ലക്ഷങ്ങളും വേണമെങ്കിൽ ചെലവാക്കാം. ഏതാണ് സ്വീകരിക്കേണ്ടത്? ഏത് സ്വീകരിച്ചാലാണ് അള്ളാഹു ഇഷ്ടപ്പെടാതിരിക്കുക എന്നൊരു പേടിയെങ്കിലും എനിക്കൊന്നും നിങ്ങൾക്കും ഉണ്ടാവണം. ധൂർത്ത് എന്നത് ആപേക്ഷികമാണ്. അത് ഓരോ മനുഷ്യനും അയാളുടെ സ്ഥാനം, അയാളുടെ പദവി, അയാളുടെ ജോലിയുടെ സ്വഭാവം,
അയാളുടെ കുടുംബത്തിന്റെ വലിപ്പ ചെറുപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വ്യത്യാസപ്പെടും. അയാളുടെ സാമൂഹ്യ ബാധ്യതകൾ ഇതൊക്കെ അനുസരിച്ച് ഓരോരുത്തർ ഈ പറഞ്ഞതിലൊക്കെ അയാളുടെ തോതനുസരിച്ച് ഈ ദൂരത്തിന്റെ ആപേക്ഷികമായി മാറിക്കൊണ്ടേയിരിക്കുന്ന വാഹനങ്ങൾ, അതുപോലെ തന്നെ വീടുകൾ, ഈ കാര്യത്തിലൊന്നും ഇസ്ലാം കൃത്യമായൊരു അതിര്, കാറ് വാങ്ങുമ്പോൾ 2 ലക്ഷത്തിന്റെ കാറേ വാങ്ങാവൂ എന്നുപോലെയുള്ള നിയമങ്ങളില്ല. ഞാനീ പറഞ്ഞ ഓരോരുത്തരുടെയും സംഗതികൾക്കനുസരിച്ച് അതിങ്ങനെ പോകും. എന്നാൽ തന്നെയും എത്ര വരെ ആകാമെന്നത് അയാളുടെ സാത്തനുസരിച്ചായിരിക്കണം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇസ്ലാം ഒരു പ്രകൃതി മതമാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് വഹിക്കാൻ കഴിയാത്ത ഭാരങ്ങൾ, കുടുസായ നിയമങ്ങളെ കൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടാക്കണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. വിശാലവും ലളിതവും സുന്ദരവുമാണ് ഈ മതത്തിന്റെ നിയമങ്ങൾ. അതുകൊണ്ട് പ്രായോഗികമാണ് അതിന്റെ നിയമങ്ങളൊക്കെയും. അതുകൊണ്ടാണ് ഈ അതിർവരമ്പ് വെക്കാതിരുന്നതും. അതേസമയം പരമാവധി ലളിതമായും സാമൂഹ്യ ബാധ്യതകൾ നന്നായി നിർവഹിച്ചുകൊണ്ട് ജീവിച്ചു മുന്നോട്ട് പോകണം എന്നാണ് ഇസ്ലാം എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. ഇസ്ലാം ആഗ്രഹിക്കുന്നതാണ് ഭക്ഷണത്തിന്റെ വിഷയത്തിൽ, വസ്ത്രത്തിന്റെ വിഷയത്തിൽ, വാഹനത്തിന്റെ വിഷയത്തിൽ ഒക്കെയും ഒരു മിതത്വം പാലിച്ചുകൊണ്ട് അവരവന്റെ കയ്യിൽ ബാക്കിയുള്ള സാമൂഹ്യമായി നമ്മളോടൊപ്പം ജീവിക്കുന്ന ആളുകളെ സഹായിച്ചും സഹകരിച്ചും മുമ്പോട്ട് പോകുന്ന സുന്ദരമായൊരു ജീവിതമാണ് ഇസ്ലാം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ അബൂദറുൽ ഗിഫാരിയെ പോലെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. കിട്ടുന്നതൊക്കെയും ധർമ്മം ചെയ്ത് ജീവിച്ചവർ, കിട്ടുന്നതിൽ നിന്ന് മിതമായി ഭക്ഷിക്കുകയും ജീവിക്കുകയും എന്നിട്ട് ബാക്കി സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകളും ഉണ്ടായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ ഈ ചെലവഴിക്കുന്ന ആളുകൾ കുറവാണ്. കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ, അതൊക്കെ ഒരു ചെറിയ ശതമാനത്തിൽ നിന്ന് മാത്രം അങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നതാണ് ഒരു ശരി. അതെല്ലാം നിങ്ങൾക്ക് വാദിക്കാം. പക്ഷെ ഈ കോൺട്രിബ്യൂഷൻ സമുദായത്തിന്റെ എല്ലാ നിലകളിൽ നിന്നും വരണം എന്നത് ഒരു പ്രശ്നമല്ലേ, ഒരു ആവശ്യമല്ലേ? സമൂഹത്തിൽ നിങ്ങൾക്ക് എത്രയും സമ്പാദിക്കാം, എങ്ങനെയും നന്നായി ജീവിക്കാം, ഇസ്ലാം എതിരല്ല. ആര് പറഞ്ഞു നിങ്ങളോട്? ആരാണ് പറഞ്ഞത്? അള്ളാഹു ചോദിക്കുന്നു, ഖുൽ മൻ ഹറമ സീനത്തല്ലാഹി അല്ലതി അഖ്റജ ലിഇബാദിഹി വത്തയ്യിബാതി മിനർ റിസ്ഖ്. അലങ്കാര വസ്തുക്കളിൽ നിന്നും അതുപോലെ തന്നെ വിശിഷ്ടമായ ആഹാര പദാർത്ഥങ്ങളും ഹറാമാക്കിയതാര്? നിങ്ങൾക്കാരും ഹറാമാക്കിയിട്ടൊന്നുമില്ല. ഖുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയ ഖുൽ ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തിദ് ദുനിയ. ഈ ദുനിയാവിൽ വിശ്വാസികളായ ആളുകൾക്കുള്ളതാണത്. ഖാലിസതൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഈ വിശ്വാസികൾക്ക് മാത്രമുള്ളതും. ദുനിയാവിൽ നല്ല ഭക്ഷണം കഴിക്കാം, നല്ല വാഹനം, നല്ല വസ്ത്രം, അതിനൊന്നും ഈ മതം എതിരല്ല എന്നാണ് ഈ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എങ്ങനെയും ആവാൻ പറ്റുമോ? അല്ല. വലാ തജ്അൽ യദക മഅലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്. പിരടിയിലേക്ക് പിടിച്ചു കെട്ടരുത് കൈകളെ, ആകെ ഒന്നായി മലർക്കെ തുറന്നിടുകയും ചെയ്യരുത്. അതിന്റെ ആശയം എല്ലാവർക്കും അറിയാലോ. നേരത്തെ പറഞ്ഞതിന് ഒരു മിതത്വമാണ് അള്ളാഹുവിന്റെ മതം കൽപ്പിക്കുന്നത്. കുടുംബത്തിന്റെ പേരിലാണല്ലോ നമ്മൾ ഈ ദൂർത്ത് ദൈവം നടത്തുന്നത്. ഭാര്യ, മക്കൾ, ഇവർ തരുന്ന വലിയ വലിയ ടാർഗറ്റുകൾ ഒപ്പിക്കുവാനും അവരെ തൃപ്തിപ്പെടുത്തുവാനും എത്ര ആളുകളാണ് ഇപ്പോൾ കടക്കണിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവർ പറഞ്ഞതിനനുസരിച്ചല്ലേ നമ്മൾ വീട് പ്ലാൻ ചെയ്തത്? അവർ പറഞ്ഞതിനനുസരിച്ചല്ലേ നമ്മൾ വാഹനത്തിന്റെ സൈസ് മാറ്റിയത്? അവർ പറഞ്ഞതിനനുസരിച്ചല്ലേ നമ്മൾ ഡ്രസ്സ് എടുക്കുന്നത്? നമ്മളുടെ കൊക്കിലൊതുങ്ങുന്നതാണോ എന്ന് പലരും ആലോചിക്കുന്നില്ല. അതൊരു വസ്തുതയാണ്. അള്ളാഹുവിന്റെ മതം അങ്ങനെ ചെയ്യണമെന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. കുടുംബത്തിന് വേണ്ടി നമ്മുടെ കഴിവനുസരിച്ച് ചെലവാക്കേണ്ടതുള്ളൂ, ചെലവാക്കിയാൽ മതി എന്ന് അള്ളാഹുവിന്റെ മതം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നിലേറെ സ്ഥലങ്ങൾ അസ്കിനൂഹുന്ന മിൻ ഹൈസു സകൻതും മിൻ വുജ്ദികും മിൻ സഅതികും എന്നും തഫ്സീർ. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള വീട് അവിടെ നിങ്ങൾ താമസിക്കുക. എന്നിട്ട് ലിയുൻഫിഖൂ ദൂ സഅതിൻ മിൻ സഅതിഹി, അടുത്ത ആയത്തിൽ അവിടെ സഅത്ത് തന്നെ കൃത്യമായിട്ടാണ് പറഞ്ഞത്. ദൂ സഅതിൻ മിൻ സഅതിഹി, എന്റെ കഴിവിനനുസരിച്ചാണ് ഞാൻ ചെലവഴിക്കേണ്ടത്, എന്റെ കഴിവിനനുസരിച്ച്. അതുകൊണ്ട് വമൻ ഖുദിറ അലൈഹി റിസ്ഖുഹു ഫൽയുൻഫിഖ് മിമ്മാ ആതാഹു അല്ലാഹ്, അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കണം. ഓരോരുത്തരും അവരുടെ കഴിവനുസരിച്ച്. ഈ അൻഫിഖൂ എന്ന ആയത്ത് കേൾക്കുമ്പോൾ
നാട്ടിലെ ധനാഢ്യരായ ആളുകളുടെ മുഖത്തേക്ക് മാത്രം നോക്കുന്ന ശീലം നിർത്തണം. ഓരോരുത്തരോടും അവനവന്റെ തോന്നൽ നോക്കൂ. മിമ്മ ആതാഹുല്ലാ, അള്ളാഹു നൽകിയതിൽ നിന്ന്. കുറച്ചാണെങ്കിൽ കുറച്ച് കൊടുത്താൽ മതി, അധികമുണ്ടെങ്കിൽ അധികം കൊടുക്കണം. അള്ളാഹ് പറയുന്നു, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ മാ ആതാഹ. അയാൾക്ക് നൽകിയതിന്റെ തോതനുസരിച്ചല്ലാതെ കൊടുക്കണമെന്ന് പറയുന്നില്ല. നൽകിയതിന്റെ തോതനുസരിച്ച് കൊടുക്കണം. ഈ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് കുറെ സംഗതികളുണ്ട്. കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു അമാനത്താണ് ഈ സമ്പത്ത് എന്ന് ഓർമ്മ വേണം. കൊടുക്കുന്ന സമ്പത്ത് ദാനധർമ്മത്തെ കുറിച്ച് പറഞ്ഞു. ധർമ്മം ചെയ്യുമ്പോൾ ധർമ്മം ചെയ്യുന്നിടത്ത് പോലും കടം വാങ്ങി പൊങ്ങച്ചം കാണിക്കുന്ന എത്ര ആളുകളുണ്ട്. കുലൂ വതസദ്ദഖൂ വൽബസൂ ഫീ ഗൈരി ഇസ്റാഫിൻ വലാ നഖീല. പ്രവാചകൻ അതിനെങ്ങനെ സ്വീകരിച്ചു? നിങ്ങൾ തിന്നണം, കുടിക്കണം, നിങ്ങൾ ധർമ്മങ്ങൾ ചെയ്യണം, അവിടെ ഒന്നും ഇസ്റാഫ് ഉണ്ടാവണ്ട, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചാവണം. അത് നമ്മൾ ധർമ്മം അല്ലെങ്കിൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ അത് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി എത്ര കടന്നു. ഒരു കല്യാണം നടക്കുന്നു, കല്യാണത്തിന് മകൾക്ക് സമ്മാനമായി ഇന്ന കാര്യങ്ങൾ. ആരാ ഇതൊക്കെ കണക്കാക്കിയത്? ആരും കണക്കാക്കിയതല്ല. നമ്മളവിടെ വലുതാവുകയാണ് സ്വയം. എന്നിട്ട് ഇത്ര പവൻ അങ്ങനെ ഇങ്ങനെ നോക്കുന്നു. ആ കല്യാണത്തിന് എത്ര ആളുകൾ പങ്കെടുക്കണം? നമ്മൾ സ്വയം വലുതാവുകയാണ്. നമ്മുടെ കപ്പാസിറ്റി നമുക്ക് മനസ്സിലാവാതെ പോവുകയാണ്. അതിന്റെ ഭക്ഷണം എങ്ങനെയായിരിക്കണം, ഇങ്ങനെയായിരിക്കണം. നമ്മൾ സ്വയം വലുതാവുകയാണ്. എന്നിട്ട് അതിന്റെ പേരിൽ ആളുകളോട് യാചിക്കേണ്ടയും കടം വരുത്തേണ്ടി വരികയും ചെയ്യുന്ന വല്ലാത്തൊരു പശ്ചാത്തലം. എന്തിനാണത്? നിങ്ങളുടെ കഴിവനുസരിച്ച് ചെയ്താൽ മതി എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ, അള്ളാഹുവിന്റെ ദീൻ പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അതനുസരിക്കുന്നില്ല എന്നൊരു ചോദ്യം നിലനിൽക്കുകയാണ്. പ്രവാചകത്വത്തിന്റെ 24 ഒന്നാണ് ഈ 3 കാര്യങ്ങൾ. നല്ല മാർഗം സ്വീകരിക്കലും, അവധാനതയും, സാവകാശത്തിൽ കാര്യങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് തീരുമാനിച്ചെടുക്കുന്ന അവധാനതയും, മിതവ്യയവും, മിതത്വം പാലിക്കലും പ്രവാചകത്വത്തിന്റെ 24 ഒരംശമാണ് എന്ന്. പിശുക്കും ധൂർത്തും ഒന്നിനും പാടില്ല. അതുകൊണ്ട് തന്നെ അത് വസ്ത്രധാരണത്തിന്റെ കാര്യത്തിലായാലും, വീടിന്റെ കാര്യത്തിലായാലും, മറ്റെന്തിന്റെ കാര്യത്തിലായാലും, എന്തിന്റെ കാര്യം, മല്ലബിസ തൗബ ശുഹ്റത്തിൻ അൽബസഹുല്ലാഹു യൗമൽ ഖിയാമത്തി തൗബൻ മിസ്ലഹു. ദുനിയാവിൽ ഇങ്ങനെ പ്രൗഢിക്ക് വേണ്ടി വസ്ത്രം ധരിച്ച ആളുകളെ അതുപോലെ ഖിയാമത്ത് നാളിൽ ശിക്ഷയായി അള്ളാഹു അങ്ങനെയുള്ള വസ്ത്രം ധരിപ്പിക്കും എന്ന് പറയുന്നു. വസ്ത്രം ഭംഗിയുള്ളതായി കൂടെ ആവാം. സഹാബത്ത് ചോദിച്ചു, ഞങ്ങളുടെ വസ്ത്രം നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ന റജുൽ യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസന. ചെരുപ്പ് നന്നാവണമെന്ന് ആഗ്രഹിക്കാറുണ്ട് പ്രവാചകരെ. ഷർട്ട് നന്നാവണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. ഞങ്ങളുടെ വസ്ത്രങ്ങൾക്ക് നന്നാവണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ ആവാം. പ്രവാചകൻ പറഞ്ഞു, ആവാം. അതല്ല അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് അൽ കിബ്റു ബത്റുൽ ഹഖ് വഅംതുൻ നാസ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ. ആവാം, പക്ഷെ ആവുന്നത് അവനവന്റെ സമ്പത്ത് ചെലവഴിച്ച് അവനവന്റെ കപ്പാസിറ്റി നിന്നുകൊണ്ട് അവനവന്റെ കുട്ടികളെയും ഭാര്യയെയും ഒക്കെ നോക്കിയിട്ട് അതിന് കടം വാങ്ങാത്ത അവസ്ഥയിൽ അവരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ അതിന്റെ തോതനുസരിച്ച് നമുക്ക് എന്തും ചെയ്യാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് ധനം, സമ്പത്ത് സ്വീകരിക്കുന്നിടത്തും സമ്പത്ത് ചെലവഴിക്കുന്നിടത്തും കർശനമായ വളരെ വ്യക്തമായ ചില നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ. ആ നിയമങ്ങൾ പഠിച്ച് അറിഞ്ഞ് അവനവന്റെ ഇതിലൊരു പ്രത്യേകമായ ഒരു രീതി ഉണ്ടാക്കണം, ഒരു ശീലം ഉണ്ടാക്കണം. നാട്ടിൽ എല്ലാവരും നാടോടുമ്പം നടുവെ ഓടുന്ന ഈ ശൈലി പോയാൽ കുത്തുപാള എടുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത്, ഊസികും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണം എന്നെന്നെയും നിങ്ങളെയും ഒന്നുകൂടെ ഉണർത്തുന്നു. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരാണ് സമ്പാദിക്കേണ്ടത്, കാശുണ്ടാക്കേണ്ടത് ഇസ്ലാമിൽ.
അവർക്കാണ് വരുമാനം ഉണ്ടാവേണ്ടത്. നിർബന്ധമായും അവരാണ് ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ചെലവ് മുഴുവൻ വഹിക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ ഒരു അധ്വാനിക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ടാവണം. അധ്വാനശീലം കുറഞ്ഞു വരുന്നു. അധ്വാനിച്ച് കാശുണ്ടാക്കുക എന്നതിൻ്റെ മഹത്വം പുതിയ തലമുറയെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നർത്ഥം. ഇനി അധ്വാനിച്ചിട്ട് ഒരാൾക്ക് കാശുണ്ട്, പക്ഷെ ഭാര്യക്കും മക്കൾക്കും നൽകുന്നതിൽ അല്പം അയാൾ ഷോർട്ട് വരുത്തുന്നുണ്ട് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെ സംഭവം വന്നു. ഹിന്ദു പ്രവാചകന്റെ അടുത്തെന്ന് പറഞ്ഞു, അബൂ സുഫിയാൻ ആള് പിശുക്കനാണ് നബിയെ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് തികയുന്നില്ല അയാൾ തരുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രം അയാൾ നൽകുന്നില്ല, ഞാൻ അയാളുടെ പൈസയിൽ നിന്ന് കുറച്ചൊക്കെ എടുക്കട്ടെ. അയാൾ കാണാതെ ഞാൻ എടുത്തോട്ടെ. അവിടെ ഒരു കണ്ടീഷൻ വെച്ചു പ്രവാചകൻ. ആവശ്യത്തിനുള്ളത്, അത്യാവശ്യത്തിനുള്ളത് എന്നർത്ഥം വെക്കണം. ചെയ്യും അത്യാവശ്യത്തിനുള്ളത് വലിച്ചോ എന്നാണ് അതിനർത്ഥം. അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട അനിയന്മാരെ എന്ന് ഞാൻ വിളിക്കുന്നത്, നിങ്ങൾക്ക് രക്ഷിതാക്കൾ ഇവിടെയുണ്ട്, മക്കളുണ്ട്, മക്കളെ എന്ന് വിളിക്കണം. ഉപ്പാക്ക് നിങ്ങളുടെ മേൽ ബാധ്യതയുള്ളത് നിങ്ങളുടെ അത്യാവശ്യങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റി തരാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന മാണിക്യ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് ബാപ്പയോട് അള്ളാഹുവിന് മതം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ മനസ്സിലുള്ള, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണുന്ന രൂപത്തിലുള്ള വലിയ ശീതീകരിച്ച കാറ് വാങ്ങിത്തരാനുള്ള ബാധ്യത ഈ ഉപ്പാക്കില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾ ധരിക്കുന്ന അതേ നിലവാരത്തിലുള്ള ഡ്രസ്സ് വാങ്ങിത്തരാനുള്ള ബാധ്യത അള്ളാഹുവിന്റെ മതം ഈ ഉപ്പയെ ഏൽപ്പിച്ചിട്ടില്ല എന്നതുകൂടി ഓർമ്മ കാണും. ആ ഒരു ഓർമ്മയില്ലാത്തതിന്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ ബജറ്റ് വന്ന ദിവസമാണ്. നമ്മൾ അങ്ങനെ കൂടിയിരുന്ന് മക്കളും ഭാര്യയും വീട്ടിന്റെ തലവനും കൂടിയിരുന്ന് കൊണ്ടൊരു ബജറ്റ് ഉണ്ടാക്കാറുണ്ടോ? എന്താണ് നമുക്കത് ഉണ്ടാക്കിയാലുള്ള കുഴപ്പം? അങ്ങനെ ചെയ്യുന്ന കുറച്ചൊക്കെ ആൾക്കാരുണ്ടാവാം. അവരൊരു പക്ഷേ സമൂഹം പിശുക്കന്മാരെന്ന് വിളിക്കുന്നുണ്ടാവാം. വിളിച്ചോട്ടെ. വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ടാവും. വരവും ചെലവും തമ്മിലുള്ള ഈ സന്തുലിതാവസ്ഥയെ കുറിച്ച് വീട്ടിലുള്ള ആളുകളെ പഠിപ്പിക്കേണ്ടത് ആരാ? വരവ് ചിലവറിയാതെ മാടമ്പി തുള്ളിയാൽ ഇരവ് പകല അറിയാതെ ഏകാദശി നോൽക്കും എന്ന് ഏതോ ഒരു കവി പാടിയത് നമ്മുടെയൊക്കെ ചുമരുമലങ്ങനെ ഫ്രൈറ്റ് ചെയ്ത് വെക്കേണ്ട കാലമായിട്ടുണ്ട്. ഓരോരുത്തരും പഠിപ്പിക്കണം, രക്ഷാകർത്താക്കൾ പഠിപ്പിക്കണം, എത്രയാണ് എനിക്ക് വരുമാനമുള്ളത് എന്ന് മക്കളെ. ഭാര്യയെ ബോധ്യപ്പെടുത്തണം. മുഴുവൻ പറയില്ല ഭർത്താക്കന്മാർ, എന്നാലും ഒരു ഏകദേശ രൂപ ഇത്രയേ ഉള്ളൂ എന്നവർക്ക് ബോധ്യമുണ്ടാവണം. അപ്പൊ അങ്ങനെയുള്ള കുറെ പശ്ചാത്തലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കണ്ടിജൻസി ഫണ്ട് നമ്മുടെ ഏതെങ്കിലും വീടുകളിലുണ്ടോ? എന്തെങ്കിലും ഒരു അത്യാഹിതമുണ്ടായാൽ ഈ കൈ ഇങ്ങനെ നീട്ടുക എന്നല്ലാതെ മറ്റുള്ളവന്റെ മുമ്പിൽ കൈ നീട്ടാൻ വേണ്ടി മാത്രം നമ്മളെ ആരാണ് പഠിപ്പിച്ചത്? വരുമാനം കുറഞ്ഞാലും ഒരു കരുതൽ വീടുകൾ ഉണ്ടാകണമെന്ന്, ഒരു കരുതൽ നിധി ഉണ്ടാകണമെന്ന് എന്താണ് നമ്മുടെ ഒന്നും ബജറ്റിലില്ലാത്തത്? വരുമാനം കൃത്യമായി കണക്കാക്കുകയും ചെലവുകൾ അളന്ന് കണക്കാക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവണം. ചെലവുകൾ നിയന്ത്രിക്കാൻ അപ്പോഴാണ് വീട്ടിലെ മുഴുവൻ ആളുകൾക്കും ചെയ്യുക. ഇതൊരു 3 മാസം കൂടുമ്പോഴൊക്കെ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, നമ്മളെ ആദ്യവും നമ്മളുടെ ഭാര്യമാരെ രണ്ടാമതും നമ്മുടെ മക്കളെ മൂന്നാമതുമായി പഠിപ്പിക്കേണ്ട, എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു 3 പദങ്ങളുണ്ട്. അത്യാവശ്യം, ആവശ്യം, അനാവശ്യം. പണം ചെലവഴിക്കുമ്പോ ഇപ്പൊ ഞാൻ ചെലവഴിക്കുന്ന ഈ ആവശ്യം അത്യാവശ്യമാണോ, ആവശ്യമാണോ, അനാവശ്യമാണോ എന്നെന്താവെന്ന് ആലോചിച്ചാൽ പലപ്പോഴും നമ്മൾ ചെലവഴിക്കുന്ന ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ അനാവശ്യത്തിന് വേണ്ടിയായിരിക്കും. ചെലവാക്കാതിരുന്നൂടെ? ആവശ്യമാണെങ്കിലും മാറ്റിവെക്കാനോ, അത്യാവശ്യമാണെങ്കിൽ ചെലവഴിക്കണം. അതുകൊണ്ട് ഈ 3 പദങ്ങളുടെ അർത്ഥം നമ്മളൊക്കെ ഒന്ന് പഠിച്ചേ പറ്റൂ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒന്ന്, ചെറുപ്പക്കാരായ ആളുകളോട് പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിക്കുന്നു, ഒരു മഹാനായ പണ്ഡിതന്റെ കൂടെ ഒരു പായ്ക്കപ്പലിൽ കടലിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സംഘം
വലിയ കാറ്റിലും കോളിലും പെട്ട് തകർന്ന് അടിഞ്ഞ് ആകെ നശിച്ചു പോകും എന്ന ഒരു അവസ്ഥ വന്നപ്പോ ഒരു കൂസലമില്ലാതെ ഇരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട് അതിൽ. അദ്ദേഹത്തിന്റെ അടുത്ത് അവർ ചോദിച്ചു, അവരിങ്ങനെ ആശ്ചര്യം, എന്നതിന് ബുദ്ധിമുട്ടെന്നോ പ്രയാസമെന്നോ ഈ ഇപ്പൊ അവരെ എത്തിപ്പെട്ട വല്ലാത്തൊരു ഒരു അവസ്ഥയില്ലേ, ഇതിനെന്താ മലയാളം പറയേണ്ടത് പറഞ്ഞു. അദ്ദേഹം വളരെ കൂളായി പറഞ്ഞു, അതേ വാക്ക് ആ ക്വസ്റ്റ്യന്മാർക്കും അവരുടെ ആശ്ചര്യവും ഒക്കെ എടുത്തു കളഞ്ഞിട്ട് അതൊരു നെഗറ്റീവ് സെന്റൻസ് ആക്കി തിരിച്ചു കൊടുക്കും. ഇതല്ല യഥാർത്ഥത്തിൽ പ്രയാസം, ബുദ്ധിമുട്ട്, ക്ലേശം, എട്ടങ്ങേറ് എന്നൊന്നും പറയുന്ന ഇതല്ല. പിന്നെ എന്താണ്? അവനവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവന്റെ മുമ്പിൽ ഈ കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കേണ്ടി വരലാണ്. ഈ ഒരു ആത്മാഭിമാനവും ബോധവും ഉണ്ടാക്കിയെടുത്ത ഒരു മതത്തിന്റെ അവകാശികളാണ് നമ്മൾ. യാചന എന്ന് പറയുന്നത് അത്രമേൽ ഇഷ്ടപ്പെടാത്ത ഒരു മതമാണ് നമ്മുടേത്. യാചകന്മാരായ ആളുകൾ ഖിയാമത്ത് നാളിൽ എങ്ങനെ വരുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. ഒറ്റ പ്രാവശ്യം അത് വായിച്ചാൽ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമുണ്ടാകും. രക്ഷപ്പെടാം എല്ലാവർക്കും. എങ്ങനെ? ഈ ഒരു ക്രമം സാമ്പത്തികമായി ചെലവഴിക്കുന്നിടത്ത് ഉണ്ടാവണം. ഒന്ന് പഠിപ്പിക്കുക പുതിയ തലമുറയെ, നമ്മളും പഠിക്കുക. ലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗഖക്കും വലാകിൻ ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. പട്ടിണി കിടക്കുന്ന എത്രയോ ആളുകളുണ്ട്. കൂരക്കകത്ത് ചോർന്നരിക്കുന്ന കൂരക്കകത്ത് ഇപ്പോഴും താമസിക്കുന്ന ആളുകളുണ്ട്. സ്വന്തമായി വാഹനമില്ലാത്ത എത്രയോ ആളുകളുണ്ട്. ആളുകളിലേക്ക് നോക്കാൻ പഠിപ്പിക്കുക നമ്മൾ. അവസാനം ഖനാഅത്ത് എന്ന് പറയുന്ന ഒരു പദത്തെ കുറിച്ച് പഠിക്കുക. അൽ ഖനാഅത്ത് മിൻ അജ്ലി അഖ്ലാഖിൽ മുഅ്മിനീൻ വഹിയ അലാമത്തുൻ അനിർ റിളാ ബിഖദരില്ലാഹ്. അല്ലാഹുവാണ് എനിക്ക് ഇത്രയും സാമ്പത്തിക ശേഷി കണക്കാക്കിയത്, ഞാൻ അതിൽ ഹാപ്പിയാണ് എന്നിടത്ത് നിൽക്കാത്തത് ഈമാനില്ലാത്തവനാണ്. തൗഹീദിന്റെ ഈമാനിന്റെ അടിക്കല്ല് എന്ന് പറയുന്നത് ഈ ഖനാഅത്താണ്. അള്ളാഹു എനിക്ക് വിധിച്ചതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന ബോധമാണ്. അതുകൊണ്ട് മാക്സിമം അവനവന്റെ മക്കളെയും ഭാര്യയെയും അവനവന്റെ കുടുംബത്തെ പോറ്റാൻ അധ്വാനിക്കുക. ആ അധ്വാനിച്ച് സംതൃപ്തമായി അവരെ പോറ്റി ജീവിക്കുക. ഇത്രയല്ലേ അള്ളാഹ് പറഞ്ഞുള്ളൂ. സാമ്പത്തികമായി അത്രയല്ലേ ബാധ്യതയുള്ളൂ. അതിൽ നിന്ന് മിച്ചം വെക്കുക. ആ മിച്ചം വെച്ചതിൽ നിന്ന് നമ്മളെക്കാൾ കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടാൽ അവരെ സഹായിക്കുക. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ വിഷയത്തിൽ ഏൽപ്പിക്കുന്ന ഇതിനൊക്കെ ഒരു ബെല്ലും ബ്രേക്കും സംഗതികളും നിയമങ്ങളും സംഗതികളും ഒക്കെ ഉണ്ടാവണം. ശീലിച്ചതനുസരിച്ച് ഇങ്ങനെ പോയാൽ വലിയ കടക്കണിയിലാണ് എല്ലാവരും. പലരും കടം കൊണ്ട് വലഞ്ഞവർ എന്നത് എല്ലാവരും ആയിപ്പോവുക. അതിപ്പോൾ ചിലപ്പം നമ്മൾ അറിയില്ല, ബാങ്കില് 10 ലക്ഷം 15 ലക്ഷം 20 ലക്ഷം 50 ലക്ഷം ഒക്കെ ബാങ്കിൽ ലോണിന്റെ പേരിലായിരിക്കും. പലരോടും വായ്പ വാങ്ങിയിട്ട് ഇപ്പൊ വളരെ എളുപ്പമാണ്. കൈ നീട്ടണ്ട, ഒന്നും വേണ്ട, വാട്സപ്പിൽ ഒറ്റ മെസ്സേജ്, ഇത്ര ഗൂഗിൾ പേ ചെയ്യും. എന്തോ ഒരു സുഖമുള്ള കാലഘട്ടം. ഒക്കെയും നമ്മൾ കടക്കടിയിലേക്ക് വീണു പോകാനുള്ള സൗകര്യങ്ങളാണ് എല്ലാവരും ഒരുക്കി വെച്ചത്. കടമുള്ള അവളുടെ മയ്യത്ത് ഇവിടെ അങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ ആ മയ്യത്ത്, കടമുള്ളവന്റെ മയ്യത്ത് നമസ്കരിക്കാൻ പ്രവാചകൻ മാറി നിന്നിരുന്നു എന്ന കഥ അറിയുമോ നിങ്ങൾക്ക്? മരണം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. സ്വസ്ഥമായി ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ മക്കൾക്ക് ഉപ്പയുടെ കടം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ മരിച്ചു പോവാനാവണം എന്നൊന്ന് പരിശ്രമിച്ചുകൂടെ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മദ്രസയുടെ പണി ആരംഭിക്കുന്നുണ്ട് വളരെ അടുത്ത്. അതുമായി നമ്മൾ നിങ്ങളോട് നിർദ്ദേശിച്ചിരുന്ന അതിൻ്റെ സഹായങ്ങളും നമ്മുടെ കോൺട്രിബ്യൂഷനും എത്രയും പെട്ടെന്ന് നൽകണം എന്ന് ഉണർത്തുകയാണ്. അതിൻ്റെ വല്ലാതെ വൈകാതെ അതിൻ്റെ സംഗതികൾ ആരംഭിക്കുകയാണ്. ഈ വെക്കേഷൻ തീരുമ്പോഴേക്ക് അതിൻ്റെ പണി പൂർത്തിയാവണം. ഇന്ന് നമ്മളുടെ പള്ളിക്ക് വേണ്ടിയുള്ള പള്ളി ഫണ്ട് ഇരിക്കുന്നുണ്ട്. അതിനെല്ലാവരും സഹായിക്കണം. അടുത്ത വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം ബീച്ച് റോഡിൽ തിരുരങ്ങാടി മണ്ഡലം ISM കമ്മിറ്റിയുടെ ഒരു ആദർശ സമ്മേളനം നടക്കുന്നുണ്ട്. ബഹുമാന്യരായ നമ്മുടെ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കഴിയുന്നത്ര ആളുകൾ അതിൽ
മുടക്കം കൂടാതെ വന്നെത്തണമെന്ന് വളരെ വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മതം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി പഠിച്ച് വീഴ്ച കൂടാതെ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളിലും അള്ളാഹുവിൻ്റെ കിതാബും പ്രവാചകന്റെ സുന്നത്തും എന്ത് എന്നോട് പറയുന്നു എന്ന് പഠിച്ച് അറിയാൻ താല്പര്യം കാണിക്കുന്ന നല്ലവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന പിഴവുകൾ അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. പരിശുദ്ധ റമളാനിനെ ആവേശപൂർവ്വം സന്തോഷപൂർവ്വം മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന നല്ലവരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സർവശക്തനായ തമ്പുരാനെ, ഞങ്ങളെ എല്ലാവരെയും നീ റമളാനിലേക്ക് പ്രവേശിപ്പിക്കണമേ തമ്പുരാനെ. കൃത്യമായി സമാധാനപൂർവ്വം നിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അതിൽ അമലുകൾ ചെയ്യാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെയും ഞങ്ങളെയും സ്വർഗ്ഗലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒന്നിപ്പിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് നീ ശിഫ നൽകണമേ തമ്പുരാനെ. മാനസികമായി വ്യഥയനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസം പകർന്നു കൊടുക്കണമേ റഹ്മാനെ.